മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ചാനലിൻ്റെ പ്രഭാതവിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പ്രഭാതവിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തെ പൂർണ്ണമായും തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വലിയ ദൈവാനുഗ്രഹത്തോടെ ഈ വചനം കേൾക്കുവാനും ഈ പ്രഭാതത്തിലൂടെ ഒരു പുതിയ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. സർവ്വചരാചരങ്ങളോടും സർവ്വസൃഷ്ടികളോടും ചേർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമ്മെ ഒരിക്കൽ കൂടി ഈ പ്രഭാതം കാണിക്കുന്നതിനായിട്ട് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ ആ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ദിവസം കൂടി നമുക്ക് നൽകിയതിനോർത്ത് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാത വിരുന്നിൻ്റെ ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കെന്നും ഉണ്ടാകുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാധ്യസ്ഥ ശക്തിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ദാഹിക്കാം. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മൾ ശക്തരായിത്തീരുന്നു, അഭിഷിക്തരായിത്തീരുന്നു, പുതുജീവനിലേക്ക് നമ്മൾ നടന്നു വരുന്നു. ഒരു പുതുജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഏറ്റവും പ്രചോദനപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നു. നമ്മെ തന്നെ ഒരിക്കൽ കൂടി ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ നമുക്ക് ഒരു പ്രത്യേക നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സകല യുവതി-യുവാക്കന്മാരെയും ഈ അവസരത്തിൽ നമുക്കൊന്ന് ഓർക്കാം, അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ നോമ്പിൻ്റെ അവസരത്തിലാണ് പലപ്പോഴും വിശ്വാസം കുറയുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. അവരേറ്റവും കൂടുതൽ വിശ്വാസം കുറയുവാനായിട്ട് സാധ്യതകളുള്ളത് പ്രത്യേകിച്ച് പ്രലോഭനങ്ങളിലൊക്കെ അകപ്പെട്ടിരിക്കുന്ന ഈ യുവതി-യുവാക്കന്മാർക്കായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ യുവതി-യുവാക്കന്മാരെ, നമ്മൾ പഠിക്കുന്ന വ്യക്തികളെ, ഇവരൊക്കെ ഒന്ന് നമുക്ക് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്കൊന്ന് ഈ ദിവസം പ്രത്യേകിച്ച് ഈ പ്രഭാത വിരുന്നിൻ്റെ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോഴെങ്കിലും നമുക്കൊന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുകൊണ്ട് നമുക്ക് ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ആ വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാനും നമുക്കൊന്ന് പരിശ്രമിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വലിയ വരവിനായിട്ട് നമുക്ക് ദാഹിക്കാം. എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ ഒന്ന് തേജസ്സപ്പെടുത്തേണ്ടതിന് ഞാൻ എന്നെ തന്നെ ഇതാ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വലിയ ശക്തി എന്നിലേക്ക് കടന്നു വരട്ടെ. ആ പരിശുദ്ധാത്മാവ് നിറയാൻ അഭിഷേകത്തിലൂടെ ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. വചനം ശക്തിപ്പെടുത്തുവാനായിട്ട്, വചനത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാനായിട്ട് എന്നെ പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ ചിന്താവിഷയം, ഇന്നത്തെ വചനം നമുക്ക്
ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. 55-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനമാണ് നമ്മളിന്ന് കേൾക്കുക. നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനെന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. നമുക്ക് 1-2 കാര്യങ്ങൾ ഇതിൽ നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് തയ്യാറാകാം. നമ്മൾ ജീവിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെ ചെയ്യുകയാണെങ്കിൽ? നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് വാക്ക് കേൾക്കുകയാണെങ്കിൽ. 2 കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. ജീവിക്കണമെങ്കിൽ നമ്മൾ തമ്പുരാൻ്റെ അടുത്തായിരിക്കണം എന്നുള്ളതാണ്. അവൻ്റെ അടുക്കൽ വന്നിട്ടാണ് നമ്മൾ വാക്കുകൾ ശ്രവിക്കേണ്ടത്. അവൻ്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉപവാസമാണ്, നോമ്പുകാലമാണ്. അതുകൊണ്ട് തന്നെ തമ്പുരാൻ്റെ അടുത്തായിരിക്കുവാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കണം. പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാണ്. ജോലി വ്യഗ്രതയിലൊക്കെ നമ്മൾ ഓടി നടക്കുന്ന അവസ്ഥയൊക്കെയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും, ഇന്ന് എന്തെല്ലാം പ്രവൃത്തികളൊക്കെ ചെയ്യണമെന്ന് നമ്മളൊക്കെ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഈ പ്രഭാതത്തിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ തമ്പുരാന് എത്ര സമയം നമ്മൾ കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. തമ്പുരാൻ്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ പ്ലാനും പദ്ധതിയിലും കുറച്ച് സമയം മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്പുരാൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ വാക്ക് കേൾക്കാനായിട്ട് തയ്യാറാകണം. അവൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ആ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടായിരിക്കണം നമ്മൾ ജീവനിലേക്ക് പ്രവേശിക്കേണ്ടത്. ഈ 2 കാര്യം ഒന്ന് ചെയ്താൽ തന്നെ നമ്മൾ ജീവിക്കുമെന്ന് തന്നെയാണ് അവിടെ പറയുക. നമ്മൾ ജീവിക്കേണ്ടതിന് 2 കാര്യം ചെയ്യുക. തമ്പുരാനോട് കൂടെയായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ വചനങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. വചനങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ഈ വചനമൊന്ന് ധ്യാനിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, വചനമൊന്ന് ധ്യാനിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതുജീവനിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. നമ്മൾ വെറുതെ വചനം വായിച്ചതുകൊണ്ടായിട്ടില്ല. വചനം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ധ്യാനിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അന്തഃസദ്ധമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ധ്യാനിക്കാനായിട്ട് തയ്യാറാകണം. വചനം വായിച്ച് ധ്യാനിക്കാനായിട്ട് തയ്യാറാകണം. ഇന്നത്തെ ഈ വചനം തന്നെ നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് തയ്യാറാണെങ്കിലോ നമുക്കൊരു ശാശ്വതമായ ഉടമ്പടി ദൈവം നമ്മളോട് കൂടെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. ശാശ്വതമായിട്ടുള്ള നിത്യമായിട്ടുള്ള ഒരു ഉടമ്പടി നമ്മളോട് കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ്. വചനം കേട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ. ജീവിക്കുക എന്നുള്ളത് തന്നെ പറയുക, നമ്മൾ പലപ്പോഴും പറയുന്നത് ആ തമ്പുരാൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ ജീവിതമായിട്ട് മാറ്റേണ്ടത് എന്നുള്ളതാണ്. ആ യേശുവിൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ ജീവിതമായിട്ട് മാറ്റേണ്ടത്. യേശുവിൻ്റെ ജീവിതം എന്താണ്? നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. യേശുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ ചുറ്റി സഞ്ചരിച്ച് നന്മ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നന്മയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ പ്ലാനും പദ്ധതികളൊക്കെ നമുക്കൊക്കെ അറിയാം. ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നു, ആരുമായി ബന്ധപ്പെടാനായിട്ട് പോകുന്നു, ഏതൊക്കെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നു, ഇതൊക്കെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചു വെച്ചിട്ടുണ്ടാവാം. അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നന്മയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. യേശു ജീവിച്ചത് അതുപോലെയാണെന്ന് പറയുന്നത്. അവൻ പട്ടണങ്ങളും ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ച് നന്മ ചെയ്തു എന്നാണ് പറയുന്നത്. നന്മ ചെയ്തു. അവൻ്റെ പ്രവൃത്തികളെല്ലാം നന്മയായി മാറി എന്നുള്ളതാണ് പറയുന്നത്. ഓരോ വാക്കുകളും നന്മയായി മാറി, ഓരോ പ്രവൃത്തികളും നന്മയായി മാറി. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുവാനായിട്ടാണ് നമ്മൾ തയ്യാറാകേണ്ടത്. എങ്ങനെയാണ്? യേശുവിനെ പോലെ ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. യേശു ജീവിച്ചതുപോലെ നന്മ ചെയ്ത് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വാക്കുകൾ, യേശുവിൻ്റെ വചനങ്ങൾ നമ്മൾ സ്വീകരിക്കണം. യേശുവിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് അതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് തയ്യാറാകുന്നു. യേശുവിൻ്റെ വചനങ്ങൾ എത്രമാത്രം വചനങ്ങളാണ് നമുക്ക് പലപ്പോഴും നമ്മൾ വായിക്കുകയാണെങ്കിൽ, അത് ധ്യാനിക്കുകയാണെങ്കിൽ, അതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗമായി മാറി യേശു തന്നെയായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വചനത്തിൽ ജീവിക്കുവാനായിട്ട് തയ്യാറാണ്. വചനം വായിക്കണം, വചനം കേൾക്കണം, വചനത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. ഇനി അവിടെ മുതലാണ് യേശു നമ്മളോട് പറയുന്നത് ശാശ്വതമായിട്ടുള്ള, നിത്യമായിട്ടുള്ള, അത് എന്നേക്കുമായിട്ടുള്ള ഒരു ഉടമ്പടി ഞാനും നീയുമായിട്ട് സ്ഥാപിക്കാനും വേണം. ദൈവവും നമ്മളുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കാൻ പോവുകയാണ്. ഒരു വാഗ്ദാനം നമുക്ക് നൽകാൻ പോവുകയാണ്. ഇന്നും ഞാനും നീയും ഒന്നായി തീരാനായിട്ട് പോവുകയാണ്. എന്നേക്കും ഒന്നായിത്തീരുന്നു ഉടമ്പടിയാണ് നമ്മളോട് ദൈവം പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഒരു എഗ്രിമെൻറ്റ്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങണമെങ്കിൽ എന്നൊക്കെ പറയാം. MOU ഒപ്പിടണം എന്നാണ് പറയുക. ഏതെങ്കിലും ഒരു സംഭവം തുടങ്ങണമെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനമായിട്ട് ഒരു ലിങ്ക് ചെയ്തിട്ട് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ MOU ഒപ്പിടണുണ്ടോ എന്ന് ചോദിക്കാം. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദൈവവുമായിട്ട് ശാശ്വതമായിട്ടുള്ള ഒരു ഉടമ്പടി അഗ്രിമെൻറ്റ് നമ്മൾ സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്. എപ്പോൾ? ജീവിക്കുമ്പോൾ, ദൈവമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ പോലെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ശാശ്വതമായ ഉടമ്പടി സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ദൈവസ്നേഹത്തിൽ നിലനിൽക്കാനായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് അവിടെ സ്ഥാപിക്കുന്നത്. ഇനി അവിടുന്ന് തുടർന്ന് പറയുകയാണ്, ആ ദാവീദിനോടെന്ന പോലെ ഞാനും നിങ്ങളോട് സ്നേഹം കാണിക്കുന്നതാണ് പറയുന്നത്. ദാവീദിനോട് ചെയ്തതുപോലെ. ദാവീദ് എന്തായിരുന്നു ചെയ്തത്? എന്തിനാണ് ഈ ദാവീദിൻ്റെ കഥ ഇവിടേക്ക് കൊണ്ടുവരുന്നത്? ദാവീദിനെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു, ദൈവം അവനെ അഭിഷിക്തനാക്കി, അല്ലെങ്കിൽ ദൈവം അവന് അത്രമാത്രം തിരഞ്ഞെടുത്തു, ഉയർത്തിയ വ്യക്തിയായിരുന്നു. അവനും തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തിട്ട് പോലും അവന് ദൈവം സ്നേഹിക്കാനായിട്ട് തയ്യാറായി. ദാവീദിനെന്ന പോലെ തന്നെ, ദാവീദിനോടെന്ന പോലെ തന്നെ ഞാനും നിങ്ങളോട് സ്നേഹം കാട്ടുമെന്നാണ് പറയുന്നത്. ദാവീദിനോടെന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് സ്നേഹം കാട്ടും. എത്രയൊക്കെ നിങ്ങൾ പാപം ചെയ്താലും ആ പാപത്തിൽ അകപ്പെട്ട് ജീവിക്കാനായിട്ടല്ല നിങ്ങളെ ദൈവം ഓർമ്മിപ്പിക്കുന്നത്, മറിച്ച് ആ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നമ്മളൊന്ന് ആ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ കടന്നു വരികയാണില്ല, ആ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഞാൻ പാപം ചെയ്തു പോയി, തിന്മ ചെയ്തു പോയി, ഇതാ ഇനി മുതൽ ഞാനൊരു പുതിയ വ്യക്തിയായി തീരും. അപ്പോൾ യേശു ഈ വചനം നമ്മളോട് പറയും, ദാവീദിനോടെന്ന പോലെ ഞാനും നിങ്ങളോട് സ്നേഹം കാട്ടും. എത്രയൊക്കെ തിന്മ ചെയ്താലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്. ഞാൻ ജനിച്ച ആ സമയം മുതൽ നിങ്ങളോട് സ്നേഹിക്കാനായിട്ടാണ്, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളോട് സ്നേഹിക്കുവാനായിട്ടാണ് തയ്യാറായിട്ടുള്ളത്. ഞാൻ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച ആ നിമിഷത്തിൽ നിങ്ങളോട് സ്നേഹിക്കാനായിട്ടാണ് ഞാൻ തയ്യാറായിട്ടുള്ളത്. ഇനി ആദ്യം മുതലും അവസാനം വരെയും ഞാൻ നിങ്ങളോട് സ്നേഹിക്കും. പത്രോസിനോട് ദൈവം സ്നേഹിച്ചു. പത്രോസിനോട് അവൻ ചോദിക്കുന്നുണ്ട്, യേശു ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം, പക്ഷെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതെല്ലാം നിനക്കറിയാമല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ നിനക്കറിയാമല്ലോ, പിന്നെ എന്തിനാ ചോദിക്കണേ? പക്ഷെ നിൻ്റെ വാക്കാണ് എനിക്ക് വലിയ ഒരു അഭയമായിട്ട് മാറേണ്ടത്. പത്രോസിൻ്റെ വാക്ക് കേൾക്കാനായിട്ടാണ് അവൻ ആഗ്രഹിച്ചത്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോഴും 3 പ്രാവശ്യവും അവനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ്റെ വാക്കിലൂടെ തന്നെ അവനത് കിട്ടണം. അവൻ്റെ വാക്കിലൂടെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ വാക്കിലൂടെ തന്നെ തിരിച്ചു വരാനായിട്ട് അവൻ തയ്യാറാകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ പറയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. സ്നേഹം പ്രവൃത്തിയിലേക്ക് നയിക്കുവാനായിട്ട് തയ്യാറാകണമെന്നുള്ളതാണ്. അപ്പോൾ ആ പത്രോസിനെ ഇന്നുവരെ ദൈവം വെറുത്തിട്ടില്ല, യേശു വെറുത്തിട്ടില്ല, മറിച്ച് അവനെ സ്നേഹത്തിലേക്ക് പിന്നെയും കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണ് അവിടുന്ന് പരിശ്രമിക്കുന്നത്. ദാവീദ് ദൈവം വെറുത്തിട്ടില്ലായിരുന്നു, അവനെ പിന്നെയും കൂട്ടിക്കൊണ്ടുവരാൻ. ദാവീദിനോടെന്ന പോലെ ഞാൻ നിന്നെ സ്നേഹിക്കാനായിട്ട് തയ്യാറാണ്. ഒന്ന് തിരിച്ചു വന്നാൽ മാത്രം മതി, ഒന്ന് തിരിച്ചൊന്ന് സ്നേഹിക്കുന്നു എന്ന് പറയാൻ മാത്രം നിൻ്റെ മനസ്സൊന്ന് തുറന്നാൽ മതി എന്നുള്ളതാണ്. അവിടെയാണ് ആ ദൈവമായിട്ടുള്ള ബന്ധം ഒന്നും കൂടിയും, ആ ശാശ്വതമായ ഉടമ്പടി ഒന്നും കൂടി സ്ഥാപിക്കുവാനായിട്ട് തയ്യാറാകുന്നത്. സ്നേഹത്തിൻ്റെ ഉടമ്പടി, അവിടെയാണ് ആ സ്നേഹത്തിൻ്റെ ഉടമ്പടി നമുക്ക് തുടങ്ങി വെക്കേണ്ടത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം. നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സ്നേഹത്തിലാണെന്നുള്ളതാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു, ഈ ഭൂമിയിലേക്ക് നമ്മളെ ഒന്ന് അവതരിക്കാനായിട്ട് അവസരം തന്നു എന്നുള്ളതാണ്. ഈ അവസരം നമ്മൾ മാക്സിമം സ്നേഹത്തിലൂടെ തന്നെ പ്രകടമാക്കേണ്ടിയിരിക്കുന്നു. ദൈവം എന്നെ സ്നേഹിച്ചുവെങ്കിൽ ഞാൻ മറ്റുള്ളവരെയും സ്നേഹിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും ഇല്ലാതായി പോകുന്നത്, നമ്മുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകുന്നത് ഈ ഒരു സ്നേഹത്തിൻ്റെ പോരായ്മയാണ്. കുടുംബം നശിക്കാനായിട്ടിടയാകുന്നത് ഈ സ്നേഹമില്ലായ്മയാണ് കുടുംബത്തിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്നത്. സമൂഹം, ഏത് സന്യാസ സമൂഹമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇടവക സമൂഹമായിക്കൊള്ളട്ടെ, ഇവിടെയൊക്കെ പരസ്പരം ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. ഈ സ്നേഹത്തിൻ്റെ പ്രകടനമുണ്ടെങ്കിലോ അവിടെ ആ ഒരു ആത്മീയ ബന്ധം നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ആത്മീയ ബന്ധം ഇന്നത്തെയൊക്കെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കന്മാരിലൊക്കെ കണ്ടുവരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് വിശുദ്ധി നഷ്ടപ്പെടുന്നു, അനുതാപം ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ ഈ യുവാക്കന്മാരുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് പല വ്യക്തികളുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ചിന്തിച്ച് പലപ്പോഴും നോക്കുമ്പോൾ ഈ വിശുദ്ധി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അനുതാപം ഇല്ലാതായി പോകുന്നു. ഞാൻ എന്തിനു കുമ്പസാരിക്കണം? ഞാൻ എന്തിനു എൻ്റെ പാപങ്ങളെ ഏറ്റുപറയാനായിട്ട് തയ്യാറാകണം?
ഞാൻ ചെയ്തതെല്ലാം ശരിയാണല്ലോ, അതെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. അത് ഒന്ന് മാറ്റുവാനായിട്ട് തയ്യാറാകണമെന്നുള്ളതാണ്. ഇനി വിശുദ്ധി എന്നുള്ളത് ഇതൊക്കെ വിശുദ്ധന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ചില വ്യക്തികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ വൈദികർക്കും അല്ലെങ്കിൽ സന്യസ്തർക്കും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും എൻ്റെ ജീവിതത്തിൽ അതൊന്നും ബന്ധപ്പെടുന്നില്ല, ഈ വിശുദ്ധമായ ജീവിതം എൻ്റെ ജീവിതത്തിലൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ഞാനൊന്നും വിശുദ്ധരാകേണ്ടവരല്ല, വിശുദ്ധമായ ജീവിതം നയിക്കേണ്ടവരല്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അപ്രാപ്യമാണെന്നുള്ളതാണ്. വിശുദ്ധ ജീവിതം എന്നുള്ളത് നമുക്കൊന്നും ചേരാൻ പറ്റാത്തൊരു ജീവിതമായിട്ടാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുക. ഒരു വിശുദ്ധ ജീവിതം, ഒരു വിശുദ്ധി എൻ്റെ ശരീരത്തിലൂടെ മനസ്സിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത്. ഈ വിശുദ്ധി നമ്മളൊന്ന് മാറ്റിവെച്ചിരിക്കുക. ഇതൊന്നും എനിക്ക് യോഗ്യമായിട്ടുള്ള അവസ്ഥയല്ല എന്നുള്ളതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ അനുതാപം എന്നുള്ളത്, ഈ അനുതാപവും നമ്മൾ മാറ്റിവെച്ചിരിക്കുക. എനിക്കതൊന്നും ഏറ്റുപറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ചെയ്തത് ശരി തന്നെയാണ് എന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കലാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട്, ആ സ്നേഹത്തിലേക്കൊന്ന് കടന്നു വരുവാനായിട്ട് നമ്മൾ തയ്യാറായി വയ്ക്കുക. തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുവാനായിട്ട്, ഒന്ന് പൊറുക്കുവാനായിട്ട് നമ്മളൊന്ന് തയ്യാറായി നോക്കി. എന്നിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ യേശു ഇന്ന് നമ്മളോട് പറഞ്ഞ പോലെ ശാശ്വതമായ ഉടമ്പടി ഞാൻ നിന്നോടൊപ്പം സ്ഥാപിക്കും. അതാണ് സ്നേഹത്തിൻ്റെ ഉടമ്പടി. അതുപോലെ തന്നെ ആ ദാവീദിനോടെന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകുകയാണ്. നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനുതാപം ഉണ്ടായാൽ മതി, ഒരു വിശുദ്ധിയിലേക്ക് നടന്നു വരാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി, ഞാൻ നിന്നെ സ്നേഹിക്കാനായിട്ട് ഞാൻ തയ്യാറാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആ ശാശ്വതമായ ഉടമ്പടി, സ്നേഹത്തിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഇന്നും നിലനിൽക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവുമായി ചേർന്നൊരു ജീവിതം നയിക്കുവാനായിട്ട്, അത് എന്നേക്കുമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മെ തന്നെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ത്രിത്വൈക ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാനായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായും ആ ത്രിത്വത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും അവിടുത്തെ തിരുമുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കാവൽ മാലാഖമാരെ പ്രത്യേകമായിട്ട് ഈ അവസ്ഥയിൽ നമുക്ക് ഓർക്കാം. നമ്മളെന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന, നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കാവൽ മാലാഖയെ നമുക്കൊന്ന് ഓർക്കാം. അവരുടെ മധ്യസ്ഥ ശക്തിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഇടവക മധ്യസ്ഥനെ നമുക്കൊന്ന് ഓർക്കാം. ഇടവക മധ്യസ്ഥനിലൂടെ നമ്മുടെ ഇടവകയ്ക്കും സമൂഹത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അവിടുത്തെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആ വിശുദ്ധൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട്, ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. ഒരിക്കൽ കൂടി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആ ത്രിത്വൈക ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നിയോഗങ്ങളോടും സകല കർദിനാൾമാരുടെയും സകല മെത്രാന്മാരുടെയും സകല പുരോഹിതന്മാരുടെയും സന്യാസികളുടെയും ആത്മായ പ്രേക്ഷിതരുടെയും നിയോഗങ്ങളോട് ചേർന്ന് അവരുടെ മനസ്സിൻ്റെ ഐക്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ വലിയ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട്, സഭയുടെ വലിയ ആ ഒരു അഭിഷേകം പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ആ ദൈവസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ആ ദൈവകൃപ പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും ആദിശക്തിയും നിങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ നിയോഗത്തെ നമുക്കൊന്ന് ഓർക്കാം. യുവാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്മയിലേക്ക് നയിക്കുവാനായിട്ട് ദൈവം അവർക്ക് പ്രചോദനമായി മാറട്ടെ. അവർ മാനസാന്തരത്തിലേക്ക് അവരെ നയിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്കൊന്ന് ഓർക്കാം. പ്രത്യേകിച്ച് ഗുഡ്നസ് ചാനലിലെ എല്ലാ പ്രേക്ഷിതരെയും നമുക്കൊന്ന് ഓർക്കാം. പ്രത്യേകിച്ച് ഇതിനായിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്നവരെയും വചനത്തിലൂടെ ഒരു പുതിയ ജീവിതം നയിക്കുവാനായിട്ട് തീരുമാനമെടുത്തവരെയും നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഒരു ജപമാലയെങ്കിലും ചൊല്ലിക്കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഐക്യത്തിൽ ബലപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നേറാം. സഭയിൽ ഒന്നായി തീരുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളെ ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.